തൃക്കാക്കരയിലെ ക്രൈസ്തവർ ആർക്ക് വോട്ട് ചെയ്തു? മഴമേഘങ്ങളൊക്കെ വഴിമാറിക്കൊടുത്ത തെളിഞ്ഞ അന്തരീക്ഷത്തിൽ തൃക്കാക്കര പിടിച്ചെടുക്കുവാനുള്ള മുന്നണികളുടെ പോരാട്ടത്തിന്മേൽ ജനവിധിയുടെ മഷി പുരണ്ടു. 15ാമത് കേരള നിയമസഭയിൽ തൃക്കാക്കരയിൽ നിന്നുള്ള സാമാജികനായിരുന്ന അഡ്വക്കേറ്റ് PT തോമസിന്റെ ആകസ്മിക നിര്യാണത്തോടനുബന്ധിച്ചായിട്ടാണ് തെരഞ്ഞെടുപ്പ് തൃക്കാക്കരയിൽ നടന്നത്. മികച്ച പോളിംഗ് ശതമാനമാണ് തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ 3 മുന്നണികളും വലിയ പ്രതീക്ഷയും അവകാശവാദവും ആത്മവിശ്വാസവും വെച്ച് പുലർത്തുകയാണ്. 1957 രൂപം കൊണ്ട പള്ളുരുത്തി മണ്ഡലമാണ് 2011 ഡീലിമിറ്റേഷനിൽ കൊച്ചി കോർപ്പറേഷനിലെ 20ലധികം വാർഡുകളും തൃക്കാക്കര നഗരസഭയും ചേർന്ന് തൃക്കാക്കര മണ്ഡലമായി മാറിയത്. കേരളത്തിലെ 3ാമത് മുഖ്യമന്ത്രിയായിരുന്ന R ശങ്കരന്റെ മന്ത്രിസഭയുടെ കാലത്ത് കേരള നിയമസഭയിലെ സ്പീക്കറായിരുന്ന അലക്സാണ്ടർ പറമ്പിത്തറയാണ് പള്ളുരുത്തിയിലെ പ്രഥമ നിയമസഭാ സാമാജികൻ. അന്നു തൊട്ട് ഇന്ന് വരെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തൃക്കാക്കര എന്ന പഴയ പള്ളുരുത്തിയുടെ മനസാക്ഷിയുടെ അംഗീകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പമായിരുന്നു. 1965, 1967 വർഷങ്ങളിലും 2006 മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് അവിടെ ജയിക്കാനായുള്ളൂ. എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികളുടെ ജയസാധ്യതകൾക്ക് മുന്നിൽ കനത്ത വെല്ലുവിളിയാകുന്ന ഘടകങ്ങൾ പലതായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന PT വിധവ ഉമാ തോമസ് എല്ലാ അർത്ഥത്തിലും വലത് കക്ഷികളുടെ പെർഫെക്റ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു. രാഷ്ട്രീയ നിരീക്ഷകർ ഒരു പരിധിവരെയും ജയസാധ്യത കൽപ്പിച്ചതും അവർക്ക് തന്നെയായിരുന്നു. എന്നാൽ PT ചില ഉറച്ച നിലപാടുകളുടെ ശേഷിപ്പുകൾ എന്ന വണ്ണം ചില ക്രൈസ്തവ രൂപതകളുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ ഉമയുടെ ജയപരാജയങ്ങളെ നിർണയിക്കാൻ പോകുന്ന സംഗതി തന്നെയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾക്കിടയിൽ അമ്പരപ്പിക്കുന്ന ജനസഞ്ചയത്തെ അണിനിരത്തിക്കൊണ്ട് ജനക്ഷേമം എന്ന പുതിയ സഖ്യത്തിന് ആം ആദ്മിക്കൊപ്പം തിരിതെളിയിച്ച 2020 തൃക്കാക്കരയിലുള്ള 10,000-ലധികം വോട്ടുകൾ ഏത് മുന്നണിക്ക് ലഭിക്കുമെന്നത് നിർണായകമായ കാര്യം തന്നെയാണ്. 2020 രൂപീകരണത്തിന് ഇടയാകും വിധത്തിൽ സാബു ജേക്കബിനെ കാരണമില്ലാതെ ദ്രോഹിച്ചവരിൽ മുൻ തൃക്കാക്കര MLA-മാരായിരുന്ന ബെന്നി ബെഹനാനും PT ചെറുതല്ലാത്ത പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ വലതു മുന്നണികളുടെ നേതാവായ K സുധാകരന്റെ നിർണായകമായ അഭ്യർത്ഥന പ്രകാരം അവരുടെ വോട്ടുകൾ വലതു പാളയത്തിൽ തന്നെ എത്തുമോ എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ പ്രാഥമിക ഘട്ടം മുതൽ ഇടതുചേരിയിലുണ്ടായ അസ്ഥിരതകളും വർഗീയ ധ്രുവീകരണത്തിന് കളമൊരുക്കുന്ന വിധത്തിലുള്ള നടപടികളും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന തൃക്കാക്കരയിലെ ജനങ്ങളുടെ നടുവിൽ കേരളിനൊപ്പം ഇടതുചേരിക്ക് മറ്റൊരു തലവേദനയായി മാറിയിരുന്നു. ഡോക്ടർ എന്ന നിലയിൽ പകരം വെക്കാനാകാത്ത പ്രതിഭയാണെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ വായി തുറന്ന് പറഞ്ഞതിൽ ചിലതെല്ലാം അബദ്ധ ജടിലമായത് ഇടത് സ്ഥാനാർത്ഥിക്ക് തിരിഞ്ഞുകുത്തി. ഈ 2 രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് വിജയസാധ്യതയൊന്നുമില്ലാതെ മത്സര രംഗത്തിറങ്ങിയ NDA സ്ഥാനാർത്ഥി രാധാകൃഷ്ണൻ ജനവിധിയുടെ പര്യവസാനത്തിൽ ആത്മവിശ്വാസത്തിലെത്തുന്നതിന്റെ അകംപൊരുൾ പരിശോധിക്കേണ്ടതും തൃക്കാക്കരയിലെ ക്രിസ്തീയ വോട്ടുകൾ ആർക്കൊപ്പം എന്ന വിഷയം വിശകലനം ചെയ്യേണ്ടതും അനിവാര്യമാകുന്നത്. വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഭരണ പ്രതിപക്ഷ കക്ഷികളോട് അകലം വിട്ട ഒരു സമീപനം കൈക്കൊള്ളുവാൻ ക്രൈസ്തവ സമൂഹം തയ്യാറായതിനു പിന്നിൽ പല കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രബലമായത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളിൽ നിന്നും അവർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ഉണ്ടായ അസ്വസ്ഥതകളാണ്. നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് വിഷയങ്ങളിൽ ക്രൈസ്തവ സമൂഹം ആശങ്കാകുലരായപ്പോഴെല്ലാം ഭരണകക്ഷികളോ പ്രതിപക്ഷ കക്ഷികളോ അവരോട് ഉദാരമായ ഒരു സമീപനം കൈക്കൊണ്ടില്ല. അപ്പോഴൊക്കെ ഇത്തരം ജിഹാദി താല്പര്യങ്ങളുടെ എതിർചേരിയിൽ ക്രൈസ്തവർക്കൊപ്പം നിൽക്കുന്ന ഹൈന്ദവ സമൂഹവും ജിഹാദി തിന്മകളെ പ്രതിരോധിക്കാൻ നിർബന്ധിതരായി. അത്തരത്തിൽ ഉരുത്തിരിഞ്ഞ വികാരപരമായ ഐക്യത്തിന് നെടുംതൂണായിട്ടാണ് PC ജോർജ് എന്ന നേതാവ് മുമ്പോട്ട് വരുന്നത്. അദ്ദേഹം മുമ്പോട്ട് വെച്ച വസ്തുതകളെ ഊട്ടിയുറപ്പിക്കും വിധത്തിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ തെരുവിൽ കൊലവിളി മുഴക്കുന്നതും മറുവശത്ത് PC ഇഗ്നോർ ചെയ്ത് അപ്രസക്തനാക്കുന്നതിന് പകരം വെകിളി പിടിച്ച ഭരണകൂടം അറസ്റ്റ്, ജയിലടയ്ക്കൽ, നോട്ടീസ് കൊടുക്കൽ എന്നിങ്ങനെയുള്ള അധികാര കുതന്ത്രങ്ങളുടെ ഉമ്മാക്കി കാട്ടി PC കനത്ത മൈലേജും നൽകി. വിനാശകാലെ വിപരീത ബുദ്ധി എന്നല്ലാതെ എന്ത് പറയാൻ? ആഴ്ചകൾ നീണ്ട ഇടത് വലത് പ്രചാരണ യജ്ഞങ്ങളുടെ കടയ്ക്ക് തന്നെ വെട്ടുകൊണ്ട ഒറ്റ ദിവസം കൊണ്ട് PC ഒപ്പം NDA സ്ഥാനാർത്ഥിയും തൃക്കാക്കരയിലെ ജനങ്ങൾക്കിടയിൽ
ശക്തമായ സ്വാധീനമുണ്ടാക്കി. ഭരണകൂടത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും തീവ്രവാദികളോടുള്ള പ്രീണന നയം PC ജോർജ് ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുകയും ചെയ്തു. അവിടെയാണ് തൃക്കാക്കരയിലെ 40,000 പോന്ന ക്രിസ്തീയ വോട്ടുകൾ ഏത് ചിഹ്നത്തിന്റെ പുറത്ത് പതിഞ്ഞു എന്ന വസ്തുത രാഷ്ട്രീയ നിരീക്ഷകർക്ക് പുതിയ വിഷയമായി മാറിയിരിക്കുന്നത്. പ്രശ്നാധിഷ്ഠിത മൂല്യാധിഷ്ഠിത സമദൂരവും രാഷ്ട്രീയ നിലപാടും ഉയർത്തിക്കൊണ്ട് വരാപ്പുഴ അതിരൂപത മുമ്പോട്ട് വന്നതും ഇതോടനുബന്ധിച്ച് ചേർത്ത് വായിക്കേണ്ട സംഗതി തന്നെയാണ്. ക്രൈസ്തവ സമുദായം മുമ്പോട്ട് വെച്ച ചില മൗലിക പ്രശ്നങ്ങളോട് ഭരണകൂടവും പ്രതിപക്ഷവും കാട്ടിയ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈസ്തവ സമൂഹം സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് എന്ന വസ്തുത ഗുണമായി മാറുന്നത് ആർക്കാണെന്ന കാര്യവും തൃക്കാക്കരയിൽ അതിനിർണായകമായി മാറിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച പെട്ടി തുറക്കുമ്പോൾ ആരുടെ മുഖത്തായിരിക്കും പുഞ്ചിരി വിടരുക എന്നത് കാത്തിരുന്ന് കാണാം.